നിങ്ങൾക്കെല്ലാവർക്കും മട്ടൻ കറി ഇഷ്ടമല്ലേ? ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈൽ മട്ടൻ കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 പ്രാവശ്യം കഴുകിയ ശേഷം കുക്കറിൽ മാറ്റി വെക്കാം. അതിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂണ് സാദാ ചില്ലിപ്പൊടി ഇടാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൊടി ഇടാം. 1 ടീസ്പൂണ് മീറ്റ് മസാല, ബീഫ് മസാല ഏതെങ്കിലും പ്രശ്നമില്ല കേട്ടോ. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം. നല്ലത് പാങ്ങല് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ ഒരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞൊക്കെ അതിലേക്ക്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ആ മട്ടൻ്റെ ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. കൂടുതൽ ഒഴിക്കണ്ട, മട്ടന് എത്ര വരുന്നത് അത്ര ഒഴിച്ചാൽ മതി. കൂടുതൽ ഒഴിച്ചാൽ വെള്ളം കൂടും. മട്ടന് വേവിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുകയും ചെയ്യും. അപ്പം മട്ടന് കുറച്ച് മുങ്ങുന്ന വരെ വെള്ളം ഒഴിച്ച് വെക്കാം. അതിനൊക്കെ മൂടിയിട്ടിട്ട് വേവിക്കുക. ഒരു 7 വിസിൽ വേണം മട്ടന്. ഒരു മീഡിയത്തിൽ വെക്കാം. സ്പീഡ് വെക്കാനും പാടില്ല, ലോ വെക്കാതെ ഒരു മീഡിയത്തിൽ വെക്കാം. എന്നിട്ട് ഒരു 10-15 ചെറുള്ളി എടുത്തിന്, ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി എടുത്തിന്, അതൊന്ന് കട്ടാക്കിയിട്ട് ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് മസാല ആക്കിയിട്ട് എടുക്കാം. പെട്ടെന്ന് റോസ്റ്റ് ആകാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക്. ഉപ്പിട്ടിട്ട് ഒന്നും കൂടി നമുക്ക് നല്ല റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് അല്ല, ചതച്ചതാണ്. അങ്ങനെ മതി, എന്നിട്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ നല്ല റോസ്റ്റ് ആക്കിയെടുക്കാം. ഓക്കെ, എനിക്ക് നേരത്തെ പച്ചവട മറന്നുപോയി. പച്ചവട കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. ഇപ്പാണ് പച്ചവട ഇട്ടത്. എന്നിട്ട് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു മീഡിയം സൈസിൽ 2 ടൊമാറ്റോ എടുത്തിട്ടുള്ള, അതൊന്ന് സ്ലൈസാക്കി കട്ട് ചെയ്തത് അമ്മയിൽ ഇട്ട് കൊടുക്കുക. അതും ഒന്ന് നല്ല റോസ്റ്റ് ആക്കിയെടുക്കുക. നല്ല വടിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, 1 ടീസ്പൂൺ ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട്, പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൊടി, പിന്നെ അര ടീസ്പൂൺ ബീഫ് മസാല ഇട്ട്. അതിലിട്ടിട്ടില്ല, ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചമണം വരെ മാറണില്ല. അതിന് ശേഷം ചൂട് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഒരു കപ്പേ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ, ചൂടുവെള്ളം. അത് ഒഴിച്ച ശേഷമുള്ള ഒന്ന് നല്ല അങ്ങനെ മിക്സ് ചെയ്യാവുന്ന. ചെറിയ തീയിൽ വെക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിച്ചോ മസാല, അപ്പോൾ കരിഞ്ഞ് മണം വരും. എല്ലാവരുടെ ശേഷം നമുക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടൻ നല്ല പോലെ വെന്ത് ചെയ്ത്. മട്ടന് കുറേ വെള്ളം ഇല്ല, കുറച്ചേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറേ വെള്ളം ഒഴിച്ചാലില്ല, മട്ടൻ്റെ വെള്ളം ഇറങ്ങും ചെയ്യുമ്പോൾ ഒഴിച്ച വെള്ളം നമുക്ക് കൂടും വെള്ളം. അതൊന്ന് ഒഴിച്ച ശേഷം നമുക്ക് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്യാവുന്ന. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. കുറേ ഡ്രൈ ആയി പോയാണ്, ചോറിലൊക്കെ ഒന്ന് എടുക്കാമല്ലോ. കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചാൽ എന്നിട്ടും നമുക്ക് നല്ല അങ്ങനെ മിക്സ് ചെയ്യാം. അതിന് നമുക്ക് ഒരു മൂടി വെക്കാറ്. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് മൂടി വെക്കാറ്. നമ്മൾ മട്ടൻ കറി എങ്ങനെയുണ്ട്, റെഡി ആയില്ലേ? എന്നിട്ട് ലാസ്റ്റ് മല്ലിയില ചെറുതായിട്ട് കട്ടാക്കി ഒന്ന് മുകളിലേക്ക് വേറെ നമുക്ക് മൂടിയിട്ട് അവിടെ വെക്കാം. മൂടി വെച്ച് നമുക്ക് കഴിക്കാനാകുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ അതിന് നല്ല സ്മെല്ലും ഉണ്ടാവും മല്ലിയിലയുടെ. മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.